ഹലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ശിവരാത്രിയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരം ടൈമായി നോക്കുമ്പോഴാണ് ശിവരാത്രി കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പരിപാടികളൊക്കെ നന്നായി ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചെന്ന വഴിക്ക് തന്നെ നമ്മൾ കാവടിയുടെ സെറ്റാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂക്കാവടി നിലക്കാവടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൂനാണെങ്കിലും ഇതിങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ്. ലൈറ്റൊക്കെ കത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും ഇതൊരു ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ ഈ കാവടിയൊക്കെ. അത് കുറച്ച് നേരമൊക്കെ ഞാൻ നിന്ന് കാണും. എനിക്ക് ഈ ആനപ്പൂരത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യത്തിന് ആനപ്പൂരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ഒരു വലിയ പേടിയില്ലാണ്ട് നമുക്ക് പരിപാടി കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ആന വരണേന്ന് നോക്കിയിട്ട് കുറച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പൂക്കാവടി നിലക്കാവടിയൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടു. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. ആ ചേട്ടൻ എന്ത് രസത്തിലാണ് ആ വിളക്ക് ബാലൻസ് ചെയ്തിട്ട് ആ പൈസ എടുക്കണം നോക്കിയത്. ഞാൻ ആദ്യമായിട്ട് കാണാം. ഇതൊരു വെറൈറ്റി പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നോക്കി പാടത്ത് നിലക്കാവടികളൊക്കെ ഇങ്ങനെ ശരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. ശരിക്കും കൂട്ടിയെഴുന്നള്ളി പിന്നെ ആന നിൽക്കണ പോലെ സെൻറ്ററിൽ വലിയൊരു ആനയും ബാക്കി ചെറിയ ചെറിയ ആനകൾ സൈഡിലായിട്ട് അതേപോലെ തന്നെ എനിക്ക് ഫീൽ ആയി കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസത്തിൽ കത്തിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റ് കാവടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ശിങ്കാരിമേളം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ടൈപ്പ് കാവടി മറ്റേനെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടം. ഇതാ മറ്റേ ശിങ്കാരിമേളത്തിൻ്റെ ഇതിനൊപ്പം അതിങ്ങനെ വൈബടിച്ചിട്ട് ഇങ്ങനെ തുള്ളലൊക്കെ കാണാൻ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ വെച്ചിട്ട് അവർ കളിക്കുമല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ശിങ്കാരിമേള എങ്കിൽ പറയേണ്ട സൂപ്പറായിട്ടുള്ള ശിങ്കാരിമേളയായിരുന്നു കേട്ടോ. എനിക്ക് ഈ സംഭവം എത്ര കണ്ടാലും മടുക്കില്ല. ഞാൻ ശിങ്കാരിമേള എത്ര നേരം വേണമെങ്കിലും കണ്ടിട്ട് നിന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം പോകുന്നുണ്ടായിരുന്നു, ഒരു തെയ്യക്കോലം. പക്ഷേ ഇത് നമ്മൾ നിൽക്കുമ്പോൾ കളിക്കുകയൊന്നും ചെയ്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ പിന്നാലെ തന്നെ നടന്നു. പിന്നാലെ അതിൻ്റെ കൂടെ തകിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ കളിക്കണത് എവിടെ വെച്ചാൽ അവിടെ പോയി കളിക്കണമെന്ന് കാണാൻ വിചാരിച്ചിട്ട് ആ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് കളിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ. പപ്പൂനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ് കത്തിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് നീങ്ങി നോക്കുമ്പോൾ അവർ സാധാ കൊട്ടയുള്ളൂ, ശിങ്കാരിമേളം പോലത്തെ കൊട്ടൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം അവരിങ്ങനെ കുറേശ്ശെ കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയിട്ട് നിന്നും. ഈ ഒരു ടൈപ്പ് സംഭവം ഞാനധികം കണ്ടിട്ടില്ല. ഇതൊരു പുതിയ ടൈപ്പ് ഇപ്പോൾ ഇറങ്ങി തട്ടിയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഈ അടുത്തൊന്നും പോയിട്ടുള്ള പൂരങ്ങൾക്കും പരിപാടികൾക്കൊന്നും ഈ ഒരു ടൈപ്പിലുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അത് കണ്ടിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും വേറൊരു ടൈപ്പ് തെയ്യക്കോലം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ശിങ്കാരിമേളം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർ നല്ല രസത്തിൽ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ നോക്കിയിട്ട് നിന്നു. അപ്പോഴേക്കും കുറേശ്ശെ ഇങ്ങനെ ഇരുട്ടായി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വെളിച്ചത്തിൻ്റെ അതിൻ്റെ മുകളിൽ ലൈറ്റ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അത് കണ്ടിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം പോകുന്നുണ്ട് കേട്ടോ. ഈ സാധനത്തിൻ്റെ പരിപാടി എന്താണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് കൊട്ടി പോകണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോൾ നമ്മൾ ശിവനെയും പാർവതിയും കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ശിവരാത്രിക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ചെറിയൊരു സംഭവമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗംഭീര ശിങ്കാരിമേളമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല രസമാണ്. കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇതൊരു മെയിൻ പരിപാടിയാണല്ലേ ഇപ്പോൾ പൂരങ്ങൾക്കൊക്കെ. ഈ സംഭവമൊക്കെ കുറേ നേരം നോക്കിയിട്ട് നിന്നു. അപ്പൂട്ടനാണെങ്കിൽ ഇത് പിടിക്കാൻ നോക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ നേരം ഈ സംഭവം കുറച്ച് നേരം കണ്ടിട്ട് നിന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു വെടിക്കെട്ടല്ല എന്നാലും ചെറിയൊരു ചൈനീസിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിട്ട് നിന്നു. ഇപ്പോൾ നിൽക്കുന്നത് മുള്ളുമ്മലാണ്. കാരണം വീട്ടിലേക്ക് വന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ കളിയുള്ള കാരണം കൊണ്ട് തന്നെ ഏട്ടൻ പോവാ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ട് പതുക്കെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ശിവരാത്രി വിശേഷങ്ങൾ കേട്ടോ.